ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് UDFകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. ആദ്യം UDFകാരെയായിരുന്നു ചില സംഘപരിവാർ വിഭാഗത്തോടൊപ്പം ഇത്തരം പോസ്റ്റുകളിൽ ഗവർണർ നിയമിച്ചിരുന്നത്. അങ്ങനെ നിയമിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവരെയും പുരോഗമന സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും ഒഴിവാക്കി RSകാരെ മാത്രമല്ല ഞങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പരിലാളന ലഭിക്കുന്നു എന്നതായിരുന്നു UDFൻ്റെ ധാരണ. ആ ധാരണ ഇപ്പോഴും അവർക്കുണ്ടോ? ഈ നിലപാടിനോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് തീർച്ചയായിട്ടും വ്യക്തമാക്കണമെന്ന് തന്നെയാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവർണർ നടത്തുന്ന ഈ നടപടികളെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജുകളും കോളേജിലെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും ജീവനക്കാരനും എല്ലാം മതനിരപേക്ഷ ഇന്ത്യയോട് താല്പര്യമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് കേവലമായൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോയിട്ട് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. തുടർച്ചയായ ഈ കാവ്യവൽക്കരണത്തിനെതിരായ ഇന്ത്യയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആശയപ്രചരണങ്ങളും കേരളത്തിലുടനീളം ക്യാമ്പസുകൾ മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംഘടിപ്പിക്കാനാവേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നത്. വലതുപക്ഷ മാധ്യമങ്ങളുടെ ശക്തിയായ പ്രചരണവും സർക്കാരിനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ജനവിരുദ്ധ കേന്ദ്ര നിലപാടും അതിനോടൊപ്പം നിൽക്കുന്ന UDFൻ്റെ സമീപനവും എല്ലാം ചേർന്ന് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ചേലക്കരയിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ വിജയിക്കുമെന്ന് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ KC വേണുഗോപാലും VD സതീശനുമെല്ലാം ചേലക്കരയിലെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ അർത്ഥത്തിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം അത് ഏകോപിച്ചുകൊണ്ടുള്ള അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളാകെ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ വലതുപക്ഷത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ് നല്ല വിജയം നേടുന്ന ആവേശകരമായൊരു ചിത്രമാണ് ചേലക്കരയിൽ ഉണ്ടായത്. ശക്തിയായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നായിരുന്നു ഊർവ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം കാണുകയും വിലയിരുത്തുകയും ചെയ്തത്. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനായതും സ്വാഭാവികമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 18ാം ലോകസഭാ തിരഞ്ഞെടുപ്പോടുകൂടി കണ്ട പുതിയ ഒരു കാഴ്ച മതധ്രുവീകരണത്തിൻ്റെതാണ്. മതധ്രുവീകരണം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ RSS സംഘപരിവാർ വിഭാഗത്തിൻ്റെ നല്ലൊരു ശതമാനം വോട്ട് പാലക്കാട് ഇപ്രാവശ്യം BJP വാങ്ങിയിട്ടുണ്ട്
ഞാനിപ്പോൾ വളരെ ലളിതമായൊരു പദമാണ് ഉപയോഗിച്ചത്. BJP യുടെ വോട്ട് UDF വാങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം കാരണങ്ങൾ ഗൗരവപൂർവം പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് വാങ്ങിയ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനവും, ഇത് രണ്ടും UDFൻ്റെ ഭാഗമായിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടു. ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം SDPIയും ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അതിശക്തിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. വർഗീയതയെല്ലാം എതിർക്കുമെന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോഴും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് സ്വതന്ത്രമായിട്ട് SDPI ആണ്. വിക്ടോറിയ കോളേജിന് മുമ്പിലുള്ള ആദ്യത്തെ SDPI പ്രകടനം വാർത്താമാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിൽ SDPI ജമാഅത്തെ ഇസ്ലാമി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പ്രത്യേക പത്രസമ്മേളനം നടത്തി ഞങ്ങൾ 10,000 വോട്ട് ചുരുങ്ങിയത് UDFന് നൽകിയിട്ടുണ്ട് എന്ന കാര്യം അവർ കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി.